വിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈലജ. ഞാൻ വൈക്കത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ ഗോപിക, മകളുടെ ഭർത്താവ് ഉമേഷ്, അമ്മ തന്ന കുഞ്ഞുവാവ ഇമ. എനിക്ക് കിട്ടിയ അനുഗ്രഹം ഇവിടെ പങ്കുവയ്ക്കുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായി ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് 2023 ഒക്ടോബർ മാസമാണ്. അന്ന് ഞാനത്ര കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞ് 2024 സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അമ്മ എൻ്റെ ഫോണിൽ പ്രത്യക്ഷപ്പെടുകയും ഞാൻ അമ്മയോട് അന്ന് എൻ്റെ സങ്കടങ്ങൾ പറയുകയും ചെയ്തു. കുറേ കരഞ്ഞു. അപ്പോൾ അമ്മ തെളിഞ്ഞു നിന്നു, എൻ്റെ സങ്കടത്തിന് പരിഹാരം തന്നു. അന്ന് മുതൽ ഞാൻ അമ്മയെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും ഈശോയെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് എൻ്റെ മോൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. അമ്മയോട് പ്രാർത്ഥിച്ചു, എൻ്റെ മോൾക്കൊരു കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞു. ഉടമ്പടിയിൽ നിയോഗം വെച്ചു. അമ്മ എനിക്കത് സാധിച്ചു തന്നു. അതിനെപ്പറ്റി എൻ്റെ മകൾ പറയും. എൻ്റെ പേര് ഗോപിക. മാതാവ് മധ്യസ്ഥം നിന്ന് യേശുവിൽ നിന്ന് വാങ്ങിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അമ്മ പറഞ്ഞതുപോലെ 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായത്. കല്യാണം കഴിഞ്ഞ് 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. 3-ാം മാസത്തെ സ്കാനിങ്ങിൽ ഹെൽത്ത് ഇഷ്യൂവിനെ തുടർന്ന് അത് പോയി. അതേ തുടർന്ന് 2024 ഡിസംബർ 10-ാം തീയതി അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉടമ്പടി തൈലം എന്നും വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. 2025 ഓഗസ്റ്റ് 15-ന് ഞാനും എൻ്റെ ഭർത്താവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി. ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. 3-ാം മാസത്തെ സ്കാനിങ്ങിൽ പ്ലാസൻ്റെ താഴെയാണെന്ന് പറഞ്ഞു. 5-ാം മാസത്തെ സ്കാനിങ്ങിൽ അത് നേരെയായി. 7-ാം മാസത്തെ സ്കാനിങ്ങിൽ കുട്ടിയുടെ തലയിൽ വെള്ളക്കെട്ടുണ്ടെന്ന് പറഞ്ഞു. 4 ആഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. 4 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി സ്കാൻ ചെയ്തപ്പോൾ അത് വീണ്ടും കൂടി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് 2026 മാർച്ച് 3-ാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ജോസഫ് അച്ഛനെ കാണുകയും ചെയ്തു. എൻ്റെ ഫോട്ടോ അച്ഛൻ ഈശോയിലും മാതാവിനെയും തൊട്ട് പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച കാശുരൂപം നൽകുകയും ചെയ്തു. തുടർന്ന് അടുത്ത സ്കാനിങ്ങിൽ അത് നോർമലായി കുറഞ്ഞു. 2026 ഏപ്രിൽ 16-ന് ഒരു പെൺകുഞ്ഞിനെ നൽകി ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഈശോയുടെയും മറിയത്തിൻ്റെയും ആദ്യ അക്ഷരം വെച്ച് കുഞ്ഞിനെ ഇമ എന്നാണ് പേരിട്ടത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതെല്ലാം എൻ്റെ യോഗ്യതയിലല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ് എനിക്ക് ലഭിച്ചത്. ഗർഭകാലത്ത് ഒത്തിരി സഹനങ്ങളിലൂടെ ഞാൻ കടന്നുപോയിരുന്നു. അപ്പോഴൊക്കെ ഈശോ എന്നെ സംരക്ഷിച്ചു. ഞാൻ എപ്പോൾ വചനമെടുത്താലും എനിക്ക് കിട്ടിയിരുന്നത് ജോഷുവ 1:9, നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കിട്ടിയിരുന്നത്. ഒരിക്കൽ കൂടി മാതാവിനും തിരുകുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു. യേശുവേ നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും പത്രം വാങ്ങിക്കും. 1 കെട്ട്, 2 കെട്ട്, 3 കെട്ട്, 5 കെട്ട്, 10 കെട്ട് ഇങ്ങനെ പത്രങ്ങൾ വാങ്ങിച്ച് കൊണ്ടുപോയി ഓട്ടോ സ്റ്റാൻഡിൽ, ബസ് സ്റ്റാൻഡിൽ, ഹോസ്പിറ്റലിൽ, വണ്ടാനം ആശുപത്രിയിൽ, വീടുകളിലൊക്കെ കൊടുക്കാറുണ്ട്. എന്നെ കളിയാക്കിയവർ ഒത്തിരി പേരുണ്ട്. എന്ത് കിട്ടിയെന്ന് ചോദിച്ചവരുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് ഈശോയും അമ്മയും ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ആരും പോയാലും അമ്മ വെറും കൈയോടെ തിരിച്ചു വിടില്ല എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് പൊതികെട്ടി ചോറ് പൊതികെട്ടി കൊടുക്കാറുണ്ട്. പൈസ രോഗികൾ ആവശ്യപ്പെടുമ്പോഴത്തേന് എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഫോണിൽ കാണുന്നവർക്ക് ഗൂഗിൾ പേ വഴി കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ അടുത്ത് ജീവനിലയം എന്ന് പറയുന്ന സ്ഥലത്ത് ഫുഡ് കൊടുക്കാറുണ്ട്. വൈകുന്നേരങ്ങളിൽ ചായയും കഴിക്കാനുള്ള ഭക്ഷണവുമായിട്ട് കൊടുക്കാറുണ്ട്. രോഗികളെ കാണാൻ പോകാറുണ്ട്. ആത്മീയ ജീവിതമായിട്ട് പ്രാർത്ഥനാ ജീവിതം ഞാൻ വെളുപ്പിന് 3 മണിക്കേക്കും 3 മണിക്കേറ്റ് കൊന്ത ചൊല്ലാറുണ്ട്. അത് അമ്മ എന്നെ സ്വപ്നത്തിൽ വിളിച്ചേൽപ്പിച്ചതാണ്. നിൻ്റെ മകളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടിയാണ് നീ ഏറ്റ് കൊന്ത ചൊല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റു. അന്ന് ഞാൻ പറഞ്ഞു, അമ്മേ നാളെ മുതൽ അമ്മ എന്നെ വെളുപ്പിനെ വിളിച്ചേൽപ്പിക്കണം. ഉറക്കച്ചടവില്ലാതെ ഞാൻ വന്ന് ഞാൻ കൊന്ത ചൊല്ലാനുള്ള കൃപ അമ്മ തന്നോ എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ കുഞ്ഞ് പ്രസവിച്ച് കയ്യിലോട്ട് തരുന്ന അന്ന് വരെ 3 മണിക്ക് അമ്മ എന്നെ വിളിച്ചേൽപ്പിക്കാറുണ്ട്.
ഞാൻ കൊന്ത ചൊല്ലും, ബൈബിൾ വായിക്കും. 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും. വൈകുന്നേരം സന്ധ്യയ്ക്ക് 7 മണിക്ക് സന്ധ്യാപ്രാർത്ഥന ചൊല്ലാറുണ്ട്. ചൊവ്വാഴ്ചകളിൽ ബൈബിൾ വായിക്കും. ചൊവ്വാഴ്ചകളിൽ ധ്യാനം മുടങ്ങാതെ കൂടാറുണ്ട്. പിന്നെ അച്ഛനെ ഞാൻ 2 പ്രാവശ്യം സ്വപ്നം കണ്ടു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 89ാമത്തെ ദിവസം മാർച്ച് 9-ാം തീയതി അമ്മയോട് പറഞ്ഞു. ഞാൻ ഒത്തിരി കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന സമയം ഞാൻ ചോദിച്ചു, അമ്മ എൻ്റെ കൂടെ ഇല്ലേ, ഉണ്ടെങ്കിൽ എനിക്കൊരടയാളം തരില്ലേ എന്ന് ചോദിച്ചു. അന്ന് ഞാനൊരു സാക്ഷ്യം കേൾക്കുന്ന ഒരു മോനും ഭാര്യയും 4 മക്കളും കൂടെ ആത്മഹത്യ ചെയ്യാനൊരുങ്ങിയപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞ ഒരു കൃപാസനത്തിൽ വന്ന കാര്യം പറയുന്ന സാക്ഷ്യമാണ് ഞാൻ കേട്ടത്. അത് കേട്ടുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ ചെന്ന് 3 മണിയായി. അന്ന് നേരം വെളുത്തിട്ട് കഞ്ഞി കുടിക്കാനെടുക്കുന്ന ആ സമയത്താണ്. അതിലിടാൻ അമ്മയുടെ ഉപ്പാണ് ഞാൻ സ്പൂണിനകത്തോട്ടെടുത്തത്. സ്പൂണിലെടുത്തപ്പോഴത്തേക്കും അമ്മ മഴവില്ലാണ് എനിക്ക് കാണിച്ചു തന്ന അടയാളം. അമ്മ അന്ന് മുതൽ എൻ്റെ കൂടെ ഉണ്ട്. ആ സ്പൂണിനകത്ത് മഴവില്ലാണ് അമ്മ അടയാളം കാണിച്ചു തന്നത്. തിരുഹൃദയങ്ങൾ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. മെഴുതിരിയിൽ അമ്മയുടെ സാന്നിധ്യം അമ്മ കാണിച്ചു തന്നിട്ടുണ്ട്. നടക്കുന്ന വഴികളിലൊക്കെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെടാറുണ്ട്. എപ്പോൾ വിളിച്ച് അമ്മ എൻ്റെ കൂടെ ഇല്ലേന്ന് ചോദിച്ചാലും അമ്മ എനിക്ക് അനുഗ്രഹം തരാറുണ്ട്. എൻ്റെ മോളുടെ വാവയുടെ നെറ്റിയിൽ ഞങ്ങൾ മെയ് 24-ാം തീയതി പൊട്ടുകുത്തി. അന്ന് സന്ധ്യയ്ക്ക് 7 മണിക്ക് പൊട്ടിനകത്ത് ഈശോയുടെ രൂപം തെളിഞ്ഞു വന്നു. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 9-ാം വചനമാണ്. ദൈവം തൻ്റെ ജനങ്ങളോട് ഒരു വലിയ വാഗ്ദാനമാണ് ചെയ്യുന്നത്. അനുഗ്രഹവും സംരക്ഷണവും. ദൈവത്തോടുള്ള വിശ്വാസവും അനുസരണമുള്ളവരെ ദൈവം ആത്മീയമായും ഭൗതികമായും വളർത്തുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ സമൃദ്ധി നൽകുന്ന, അവരുമായുള്ള എൻ്റെ ഉടമ്പടി ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് പറയുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുന്നത്. ഉടമ്പടിയിൽ നാം ദൈവത്തോടുള്ള വിശ്വാസവും സമർപ്പണവും പ്രഖ്യാപിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വളർച്ചയും അനുഗ്രഹവുമാണ് നൽകുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ, കൃപാസനം അമ്മയിലൂടെ അമ്മയുടെ വഴിയിലേക്കാണ് അമ്മ നമ്മെ നയിക്കുന്നത്. നാം ഉടമ്പടി പാലിക്കുമ്പോൾ ദൈവം തൻ്റെ വാഗ്ദാനത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ ദൈവാനുഭവ സാക്ഷ്യമാണ് ശൈലജ എന്ന സഹോദരിയും മകൾ ഗോപികയും നമ്മളോട് പങ്കുവച്ചത്. 5 വർഷത്തോളമായി ഗോപികയ്ക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് അമ്മ ശൈലജ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയാണ് മകൾ ഗോപികയ്ക്ക് വേണ്ടി, ഒരു കുഞ്ഞിന് വേണ്ടി. അങ്ങനെ ഈ മക്കളും പിന്നീട് അമ്മ പലപ്പോഴും യൂട്യൂബൊക്കെ കണ്ട് കൃപാസനത്തെപ്പറ്റി അറിഞ്ഞു. പിന്നീട് ഈ മക്കളും ഹസ്ബൻഡും വൈഫും ഗോപികയും ഹസ്ബൻഡ് ഉമേഷും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ ഉടനടി പെട്ടെന്ന് തന്നെ ഈ മകൾ കൺസീവ് ആവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അടുത്ത 5-ാം ആഴ്ചയിലെ സ്കാനിങ്ങിൽ പ്ലാസൻ്റ താഴെയാണെന്ന് അറിഞ്ഞു. പിന്നീട് നെക്സ്റ്റ് സ്കാനിൽ നോർമലായി. പിന്നീട് 7ാമത്തെ സ്കാനിൽ കുഞ്ഞിൻ്റെ തലയിൽ വെള്ളക്കെട്ടുണ്ടെന്നും മനസ്സിലായി. പിന്നീട് വീണ്ടും അവർ സ്കാൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. ഈ ഓരോ പ്രാവശ്യം പോകുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഇവിടെ കൈവശമുണ്ട്. അതൊക്കെ തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ മക്കൾ ഓരോ പ്രാവശ്യം സ്കാനിങ്ങിൽ പോകുന്നത്. 2ാമത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് തലയിൽ വെള്ളക്കെട്ടുണ്ടെന്ന് അറിഞ്ഞു. പിന്നീട് ഈ മകൻ വന്ന് ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അച്ഛന് പ്രാർത്ഥിച്ച് ഒരു വെഞ്ചരിച്ച കാശുരൂപം ഈ മകൻ്റെ കയ്യിൽ കൊടുക്കുകയുമാണ് ചെയ്തത്. പിന്നീട് ആ കാശുരൂപമായിട്ടാണ് ഉമേഷ് ഗോപിയുടെ അരികിലേക്ക് പോയി 2 പ്രാർത്ഥിച്ച്. പിന്നീട് നെക്സ്റ്റ് സ്കാനിങ്ങിന് പോയപ്പോൾ തലയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നത് അത് അപ്രത്യക്ഷമായി. അത് ഈ മക്കൾ വിശ്വസിക്കുന്നത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കൃപയാലാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കൈവപ്പ് ശുശ്രൂഷ വഴിയും
ഈ മക്കളുടെ ഉടമ്പടി പ്രാർത്ഥന വഴിയും നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ വിശ്വാസ പ്രമാണിച്ചിലെ പ്രാർത്ഥന ഫലമായിട്ടും ഇന്ന് ഈ മക്കൾ ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ആ ദാനം, ആ ഗിഫ്റ്റുമായിട്ടാണ് മകൾ കുഞ്ഞു വാവായി ഇമയുമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയുന്നത്. ഇമ എന്ന് പേരിട്ടതും ഈശോയുടെയും മറിയത്തിൻ്റെയും ആദ്യ ലെറ്റേഴ്സായ ഈയും മായും ചേർത്തുള്ള പേരാണ് ഇമ. അത് ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഈ ക്രൈസ്തവ മക്കൾ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നത്. ഈശോയും അമ്മയും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസാധ്യങ്ങളൊന്നുമില്ല. സങ്കീർത്തനം 16 പറയുന്ന പോലെ ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു എന്ന ആ വചനം ദൈവത്തിൽ നമ്മൾ ശരണം വയ്ക്കുകയാണ് ഉടമ്പടിയിലൂടെ. അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ആ ദൈവത്തോടാണ് നമ്മൾ ഉടമ്പടി ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം കൂടെയുണ്ടെങ്കിൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്കായുടെ സുവിശേഷം 1:37 പറയുന്ന അതാണ്. ഓരോ കാര്യത്തിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ കരം പിടിച്ചാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയാണ്, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കൂടെയുള്ളത്. സങ്കീർത്തനം 139:13 പറയുന്നത്, എൻ്റെ അന്തരംഗം സൃഷ്ടിച്ചതും എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ എന്നെ രൂപപ്പെടുത്തിയതും നീ തന്നെയാണ് എന്നാണ്. ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ അന്തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന ആ ദൈവം, നമ്മെ രൂപപ്പെടുത്തിയ ആ ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ മകൾ ഗോപിക പറഞ്ഞത്, ഇത് ഞങ്ങളുടെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ മായയെ കിട്ടിയത്, ലഭിച്ചത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ആ മകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതുതന്നെയാണ് ജോഷയുടെ പുസ്തകം 1-9 വളരെ ഒന്നും പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ നമ്മൾക്ക് സംഭ്രമിക്കേണ്ട ആവശ്യമില്ല, പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഈശോയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിലും ആ സാന്നിധ്യം അടുത്തറിയുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞ ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും വളർച്ചയും ശക്തിയും ധൈര്യവും നൽകുന്ന ആ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അടുത്തറിയുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ശൈലജയ്ക്കും ഗോപിക ഉമേഷിനും കിട്ടിയ കുഞ്ഞും വാവ ഇമയ്ക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.